हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 11 ഒക്ടോബർ 2025 ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ ഈ സമയം 4:30 മണിയാണ്. ഈ സമയം രാഹെ ഉദയയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഖാദിയാൻ ദാറുൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹെ ഉദയയുടെ 4 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പായി വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സീരീസിലെ 3-ാമത്തെ എപ്പിസോഡാണ്. ഈ മുഴുവൻ സീരീസിലും വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചായിരിക്കും സംസാരിക്കുക. ഫസായിലുൽ ഖുർആൻ എന്നുള്ളത് ഖലീഫത്തുൽ മസീഹ് സാനിൻ്റെ ജൽസ സാലയുടെ അവസരത്തിൽ ചെയ്ത ഒരു പ്രസംഗമാണ്. അത് ഫസായിലുൽ ഖുർആൻ എന്നുള്ള ഒരു ഗ്രന്ഥരൂപത്തിൽ അത് ഇറക്കപ്പെടുകയുണ്ടായി. അത് സംബന്ധിച്ചായിരിക്കും സംസാരിക്കുക. ഇവിടെ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ തന്നെ രാഹയുദ പ്രോഗ്രാം ലൈവ് ആയതുകൂടെ തന്നെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഈ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനൽ വെക്കുന്നതായിരിക്കും. നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിൻ്റെ മുഖാന്തരം ആ ചോദ്യങ്ങൾക്ക് ഉത്തരവും നൽകുന്നതായിരിക്കും. ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ ബന്ധപ്പെടേണ്ട എല്ലാ കോൺടാക്ട്സ് ഡീറ്റെയിൽസുകളുമുണ്ട്. ടെലിഫോൺസ് ലൈൻസ് മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജസും ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടാവുന്നതാണ്. പ്രേക്ഷകരെ, ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്ന പണ്ഡിതന്മാർ ഞാൻ അവരെ ആദ്യം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൗലാന ഹമീദ് ഖോസർ സാഹിബ്, ബഹുമാനപ്പെട്ട കെ താരിഖ് അഹമ്മദ് സാഹിബ്. ഈ പരിപാടിയിൽ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പ്രേക്ഷകരെ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള അവസാന ഗ്രന്ഥമാണ്, ശരീഅത്ത് ഗ്രന്ഥമാണ്. എല്ലാ മുസ്ലിമും അതിന് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധ കാര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന് മുകളിൽ ഇസ്ലാം ശത്രുക്കളിൽ നിന്ന് ഭാഗത്ത് നിന്ന് പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിലും അതിലുള്ള കൽപ്പനകളിലും എല്ലാം അവർ ആക്ഷേപം ഉന്നയിക്കുന്നു. പക്ഷേ കാലഘട്ടം തെളിച്ചിരിക്കുന്നു എല്ലാ ആക്ഷേപങ്ങളും നിരർത്ഥമാണ് എന്ന്. ഈ ഗ്രന്ഥം ഇതിൽ എല്ലാ വിധത്തിലുള്ള വൈജ്ഞാനികവും ആത്മീയപരമായിട്ടുള്ള ഖജനാവാണ് ഈ ഗ്രന്ഥം. ഈ ആക്ഷേപങ്ങൾക്ക് ഉത്തരമായിരിക്കും ഈ പരിപാടിയിലൂടെ നാം ഇന്ന് നൽകുന്നത്. ആദ്യത്തെ ചോദ്യം ഹമീദ് ഖോസർ സാഹിബിനോടാണ്. ചില ആക്ഷേപകർ വിശുദ്ധ ഖുർആൻ്റെ ആഖ്യാന രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നു, അത് വളരെ കാഠിന്യമുള്ളതാണ് എന്നുള്ളത്. ഇതിനുള്ള ഒരു ഉത്തരം നൽകിയാലും. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മൂസ അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രവചനം തൗറാത്തിൽ ഉണ്ട്. അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ നിന്നെപ്പോലെയുള്ള നിൻ്റെ സഹോദരനിൽ നിന്ന് ഒരു നബിയെ ഉണ്ടാക്കുന്നതാണ്. ഈ പ്രവചനം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അസ്തിത്വത്തിൽ പൂർത്തിയാവുകയുണ്ടായി. ഒരു നബിയെ സംബന്ധിച്ച്, മൂസ അലൈഹിസ്സലാം ആ നബിയെ സംബന്ധിച്ച് പറയുകയുണ്ടായി, ഞാൻ എൻ്റെ കലാം, ഞാൻ എൻ്റെ സംസാരം അവൻ്റെ വായിൽ ഞാൻ ഇടുന്നതാണെന്ന്. അവിടുന്ന് അള്ളാഹു പറയുന്നു, അവൻ്റെ വലത് കയ്യിൽ
തീയിൻ്റെ രൂപത്തിലുള്ള ഒരു ശരീഅത്തുണ്ടായിരിക്കുമെന്ന്. ഇത് സംബന്ധമായിട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആനി അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാ. ഈ ഒരു വിശുദ്ധ ഖുർആനെ ഒരു പർവ്വതത്തിലിറക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭയത്താൽ അത് തുണ്ടമായി തീരുന്നതായിരിക്കുമെന്ന്. അള്ളാഹുവിൻ്റെ മുമ്പിൽ എളിമ കാണിക്കുന്നതാണെന്ന്. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യൻ്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ഗ്രന്ഥമല്ല. വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിൽ വെച്ചും ഏറ്റവും ഉന്നതമായിട്ടും ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ഇത് ലോഹെ മെഹ്ഫൂദാണ്. അള്ളാഹു ഇറക്കിയിട്ടുള്ള മുഴു ലോകത്തിന് വേണ്ടിയിട്ടും ഇറക്കിയിട്ടുള്ള ഗ്രന്ഥമാണ്. ഇറക്കപ്പെട്ടതിന് ശേഷം ലോകം എന്നെല്ലാം ഉണ്ടോ, മനുഷ്യൻ്റെ ആത്മീയവും ദീനീപരമായിട്ടും സോഷ്യൽ പരമായിട്ടും എല്ലാ രീതിയിലും നിർമാർഗത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഗ്രന്ഥമാണിത്. മുൻകഴിഞ്ഞ കാലഘട്ടത്തിലും ഇപ്പോഴും ഇനി വരാവുന്ന കാലഘട്ടത്തിലും എപ്പോഴും എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഗ്രന്ഥമാണിത്. ഇത് വെറും അറബികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പക്ഷേ എല്ലാ ഭൂമിയിലെ സ്ഥലങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഇതിനെപ്പോലെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് വളരെ ബാലിശമാണ്. ഇതിൻ്റെ ആഖ്യാന രീതി കാഠിന്യമുള്ളതാണെന്ന് പറയുന്ന ആക്ഷേപം തന്നെയാണ്. ഇത് തൻസീലമൻ റബ്ബിൽ ആലമീൻ, ഇത് അള്ളാഹുവിൽ നിറക്കപ്പെട്ടതാണ്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? അള്ളാഹു നിങ്ങളോട് ചോദിച്ചിട്ടാണോ കാര്യങ്ങൾ പറയേണ്ടത്? ഇത് മുഴു ലോകത്തിൻ്റെയും നാഥനായിട്ടുള്ള അള്ളാഹു ഇറക്കിയതാണ്. മുഴു ലോകത്തെയും സൃഷ്ടിച്ചിട്ടുള്ള ആ ദൈവം, അതിൻ്റെ രീതിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ആ ദൈവം, അവൻ തന്നെയാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്. അതിലൊന്നും കുറവുമില്ല, ഒന്നും കൂടുതലുമില്ല. ഇവർക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? വിശുദ്ധ ഖുർആൻ തന്നെ അതിനുത്തരം നൽകുന്നു. ലാ യമസ്സു ഇല്ലൽ മുത്തഹറൂൻ തൻസീലും മിൻ റബ്ബിൽ ആലമീൻ. ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, അതിനു വേണ്ടിയിട്ട് മാനസിക പരിശുദ്ധി അത് വളരെ അനിവാര്യമാണ്. മനസ്സിൻ്റെ പരിശുദ്ധി ഇല്ലെങ്കിൽ, അള്ളാഹുവിന് ഭയമില്ലെങ്കിൽ, തഖ്വയില്ലെങ്കിൽ, തഖ്വ കരസ്ഥമാക്കാനുള്ള ആഗ്രഹമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാക്കുകയില്ല എന്ന്. ജോഗ്രഫിൻ്റെ ഗ്രന്ഥം ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി അത് വായിക്കുകയാണെങ്കിൽ വായിക്കുന്നു പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട്, മറ്റൊരു വ്യക്തി വെറും ഒരു കളി തമാശയായിട്ട് അതിനെ വായിക്കുന്നു. അപ്പോൾ ഒരു കളി തമാശയായിട്ട് അതിനെ വായിക്കുന്ന വ്യക്തി, അവന് ഒരിക്കലും അത് ഉപകാരം നൽകുകയില്ല. ആരാണോ ഹുദല്ലിൽ മുത്തഖീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഖ്യാന ശൈലി, ഇതിൻ്റെ പ്രയോഗം, ഭാഷാ പ്രയോഗം നിങ്ങൾ നോക്കുക. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ കാബയിൽ കസീദകൾ എഴുതി, 7 കസീദകൾ അത് എഴുതി തൂക്കിയിട്ടിരുന്നു. സബ മസാനി എന്നാണ് അതിനെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ കേൾക്കുകയുണ്ടായി ആ ഒരു കവി. അങ്ങനെ കവിത പറയുന്നത് ആ കവികൾ ഉപേക്ഷിക്കുകയുണ്ടായി. അത് ഉമർ അല്ലാഹു തആല അൻഹു ലബീദിനോട് പറയുകയുണ്ടായി, തൻ്റെ കാലഘട്ടത്തിൽ ഒരു കവിത ചൊല്ലുക എന്നുള്ളത്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ആലി ഇമ്രാൻ കേട്ടതിന് ശേഷം അതിനുശേഷം ഞാൻ കവിത ചൊല്ലുന്നത് ഉപേക്ഷിച്ചു എന്ന്. അപ്പോൾ അതിനുശേഷം എന്ത് കാര്യമാണ് ബാക്കിയുള്ളത്? ലബീദ് അറബികളുടെ വലിയൊരു കവി, അദ്ദേഹം പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ ഞാൻ കേട്ടതിന് ശേഷം ഞാൻ പിന്നെ മറ്റൊരു കവിത ചൊല്ലുകയില്ല എന്ന്. അപ്പോൾ എത്ര വലിയ അറബി ഭാഷയുടെ ജ്ഞാനികളായിട്ടുള്ള കവികൾ പോലും വിശുദ്ധ ഖുർആൻ്റെ ആഖ്യാന ഭാഷ അത് ഏറ്റവും മഹോന്നതമായിട്ടുള്ളതാണെന്ന് അംഗീകരിക്കുകയുണ്ടായി. ഹദരത്ത് ഉമർ റളിയല്ലാഹു തആല നോക്കുക, ഒരു വലിയ കവിയായിരുന്നു, വലിയ അറിവുള്ളവനായിരുന്നു. സൂറ താഹയുടെ തുടക്ക ആയത്തുകൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ശത്രുതയും അവസാനിക്കുകയുണ്ടായി.
കല്ല് അത് വെള്ളമായി, വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയതുപോലെ അതിൽ നിന്ന് അദ്ദേഹം കുഫർ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ മാനസിക പരിശുദ്ധി ഉണ്ടായിരുന്നു, തഖ്വയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് ആ ഒരു വിശുദ്ധ ഖുർആൻ അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. എന്ത് കാര്യമാണ് ഇവർക്ക് വേദന ഉണ്ടാക്കുന്നത് നിങ്ങൾ നോക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാവുമ്പോൾ അത് പക്ഷെ ആ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ ആ സത്യം പറയാതിരിക്കുക ഒരിക്കലും സാധ്യമല്ല. സൂറ ജുമയിൽ അള്ളാഹു പറയുന്നു, യഹൂദികളെ സംബന്ധിച്ച് പറയുന്നു, മസലുല്ലദീന ഹുമിലു തൗറാത്ത സുമ്മലം യഹ്മിലുഹ കമസലിൽ യഹ്മാറു യഹ്മിലു അസ്ഫാല. പറയുന്നു, ഇത് ഇവിടെ നൽകിയിട്ടുള്ള ഉദാഹരണം വളരെ മോശമാണെന്ന് പറയുന്നു. കമസലി എന്നാണ് പറഞ്ഞ്, മസൽ ഹിമാർ ഒരു ഉദാഹരണമാണ് നൽകുന്നത്. അത് കഴുതയുടെ ഉദാഹരണമാണ് നൽകുന്നത്. ഇത് യാഥാർത്ഥ്യമല്ല, ഇത് യാഥാർത്ഥ്യമല്ല, പക്ഷേ ഉദാഹരണമാണ്. ഒരു മനുഷ്യനോട് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തെറിയാണ്, മോശമായിട്ടുള്ള വാക്കുകളാണ്. പക്ഷേ ഒരു സമൂഹത്തിലുള്ള ഒരു തിന്മയെ അതിനെ വ്യക്തമാക്കാൻ വേണ്ടി അള്ളാഹു ഒരു ഉദാഹരണം ഉപയോഗിക്കുമ്പോൾ അതൊരു തെറിയാവുകയില്ല ഒരിക്കലും. അള്ളാഹു അതുപോലെ തന്നെ ഖിറദത്തൻ ഖാസീൻ എന്ന് പറയുകയുണ്ടായി. അതായത് അവർ കുരങ്ങുകളാണെന്ന് പറയുകയുണ്ടായി. അവരുടെ ഉള്ളിൽ കുരങ്ങുകളുള്ള ആ ഒരു സ്വഭാവം അവരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ യഹൂദികളെ സംബന്ധിച്ച് പല സംഭവങ്ങളും അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണുന്നു. അവർ ബിംബങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരിക എന്ന് തങ്ങളുടെ പ്രവാചകനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ ഈ എല്ലാ ഓരോ സംഭവങ്ങളും നാം മുന്നിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇത് അവരുടെ ആ ഒരു പല മോശ സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തൗറാത്ത് നൽകുകയുണ്ടായി, തൗറാത്തിൻ്റെ അവകാശങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങളോട് പറയുകയുണ്ടായി, പക്ഷെ നിങ്ങളത് പൂർത്തിയാക്കിയില്ല. ഇത് നിങ്ങളുടെ ഉദാഹരണം. തൗറാത്ത് നിങ്ങളുടെ മുകളിലുണ്ട്, നിങ്ങളതിനെ വഹിക്കുന്നു, പക്ഷെ അതിൽ പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം ഒരു കഴുത ഏടുകൾ എടുക്കുന്നത് പോലെയാണെന്ന്. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ് നൽകിയിരിക്കുന്നത്, യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ ബിഖാമിൽ ഖുർആൻ ഇല്ലാ റസ്മഹു. അതായത് ഈ കാലഘട്ടത്തെ മുസ്ലിങ്ങൾ അതേ രീതിയിൽ യഹൂദികളുടെ അതേ അവസ്ഥയിലായിരിക്കും. ഒരു വിശുദ്ധ ഖുർആൻ ഏറ്റി നടക്കും, പക്ഷേ അതിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയില്ല എന്ന്. അപ്പോൾ നബി പറയുകയുണ്ടായി, ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുകയുണ്ടായി. ഉദാഹരണം നൽകി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖാസീൻ എന്ന് പറയുക, അല്ലെങ്കിൽ കുരങ്ങന്മാരെന്ന് പറയുന്നതിൽ എന്താണ്, ഇതിൽ ആഖ്യാന ഭാഷയിൽ എന്താണ് തെറ്റുള്ളത്? കഴുതയുടെ ഉദാഹരണം നൽകിയിരിക്കുന്നു. ആ കഴുത എന്നുള്ള ഉദാഹരണം നൽകേണ്ട അർത്ഥം നിങ്ങളുടെ ആ ജഹാലത്ത്, അന്ധകാരമായിട്ടുള്ള നിങ്ങളുടെ തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന നിങ്ങളുടെ ആ സ്വഭാവം, അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഉസ്താദ് എത്ര സ്നേഹിച്ചാലും ചില സമയത്ത് പറയുന്നു, നീ കഴുതയാണെന്ന് പറയുന്നു ചിലപ്പോൾ ഉസ്താദ്. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അനുസരിക്കാത്തതെന്ന്. അപ്പോൾ അള്ളാഹു ലോകത്തിൻ്റെയും മാലിക്കാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിങ്ങൾക്ക് ഉപകാരമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആനെ യഥാർത്ഥ രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ നിങ്ങളും ഈ യഹൂദികളെ പോലെ തന്നെ കഴുതകളായിത്തീരുന്നതാണ് എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞത്. ഇഞ്ചിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തിരിക്കുകയാണ്. ഉദാഹരണത്തിന് മസീഹ് അലൈഹി ഇസ്ലാം എന്താണ് പറയുന്നത് ഇഞ്ചിയിൽ നിന്ന്? അല്ലയോ പാമ്പുകളെ എന്ന്, തങ്ങളുടെ എതിരാളികളെ, അല്ലയോ പാമ്പുകളെ, അല്ലയോ സർപ്പങ്ങളെ പറയുന്നു.
അല്ലയോ നികൃഷ്ടരായവരെ, ശബ്ദരായവരെ എന്ന് പറയുന്നു അദ്ദേഹം. അല്ലയോ വ്യഭിചാരികളെ എന്ന് അവിടുന്ന് പറയുന്നു, വിഡ്ഢികളെ എന്ന് പറയുന്നു, അല്ലയോ അന്ധരെ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. ഈ വാക്കുകളെല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ അത്ഭുതങ്ങളിൽ അത്ഭുതം നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു, അടയാളങ്ങൾ കാണിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല? ഇത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം തുറന്ന് കാണിച്ചത്. ഇത് അവരെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എല്ലാ സമൂഹത്തിലും എല്ലാ പ്രവാചകന്മാരിലും ഇതിൻ്റെ ഉദാഹരണം നമുക്ക് ലഭിക്കുന്നു. മാതാവ് തൻ്റെ കുട്ടിയെ ഇതാക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇത് മുഴുവൻ ലോകത്തിൻ്റെ നാഥനായിട്ടുള്ള അള്ളാഹുവിൽ നിന്നാണ് ഇറങ്ങിയത്. അത് മനസ്സുകളെ പിടിച്ചു കുലുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്തേക്ക് വരിക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക എന്ന് മനുഷ്യനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ആ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനാണ്. കോടിക്കണക്കിന് മനുഷ്യർ വിശുദ്ധ ഖുർആനിന് ശേഷം വിശുദ്ധ ഖുർആനിൽ പ്രവർത്തിക്കുന്നു, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നു. ഇത് അള്ളാഹുവിൽ നിന്നല്ലെങ്കിൽ ഈ സാമീപ്യം അവർക്ക് ലഭ്യമാകുന്നതല്ല. പ്രിയ പ്രേക്ഷകരെ, പല ചോദ്യങ്ങളും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം ലഭിച്ചിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഷേഖ് മുനീബ് അഹമ്മദ് സാഹിബിൻ്റെ ചോദ്യമാണ്. ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം വന്നിരിക്കുന്നു. ഞാനത് വായിച്ചു കേൾപ്പിക്കുകയാണ്. ചോദിക്കുന്നു, മുനാഫിക്കിൻ്റെ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? വിശുദ്ധ ഖുർആൻ്റെ വെളിച്ചത്തിൽ അത് മനസ്സിലാക്കി തരിക. ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുനീബ് സാഹിബിൻ്റെ ചോദ്യം ഇതായിരുന്നു: വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ മുനാഫിക്ക് ആരാണ്? ആദ്യത്തെ കാര്യം, സൂറ മുനാഫിക്കിൽ അതിൽ അള്ളാഹു പറയുന്നു, വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാസിബൂൻ. ഈ മുനാഫിക്കീങ്ങൾ അവരെ സംബന്ധിച്ച് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, അവർ കള്ളവ് പറയുന്നവരാണ് എന്ന്, അവർ വഞ്ചന ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ സൂറത്തു നിസായിൽ അള്ളാഹു പറയുന്നു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാ. ഈ മുനാഫിക്കീങ്ങൾ അവർ അള്ളാഹുവിനെ വഞ്ചിക്കുന്നു. അള്ളാഹുവിനെ വഞ്ചിക്കാൻ സാധ്യമല്ല, പക്ഷേ സ്വന്തത്തിനെ തന്നെയാണ് അവർ വഞ്ചിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് തുടർന്ന് പറയുന്നു, മുനാഫിഖുകളെ സംബന്ധിച്ച്, വൈസ കാമു ഇലസ്വലാത്തി കാമു കുസാല യുറാഉനന്നാസ്. മുനാഫിഖുകളുടെ ഒരു അടയാളം ഇതാണ്: അവർ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ നമസ്കാരത്തിന് വളരെ അവർ മടി കാണിക്കുന്നു. അവർ നമസ്കരിക്കുമ്പോഴും അത് ജനങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ഈ ആയത്തിനെ പിന്നെ വീണ്ടും അള്ളാഹു പറയുന്നു, ലാ യസ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അള്ളാഹുവിൻ്റെ സിക്കറുകൾ അവർ വളരെ ബലഹീനരാണ് ആ കാര്യത്തിൽ. എന്താണ് സിക്കറുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ? എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ സുബ്ഹാനല്ലാഹ് തഖ്ദീസ് ചെയ്യുക, അള്ളാഹുവിൻ്റെ നമസ്കാരം അതൊരു സിക്ര ഇലാഹിയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക സിക്ര ഇലാഹിയാണ്. അപ്പോൾ ഇതിലെല്ലാം അവർ പിന്നിലായിരിക്കും. അവരുടെ ഉള്ളിൽ നിഫാക്ക്, മുനാഫിക്കത്തിൻ്റെ അടയാളങ്ങളുണ്ട് എന്നതിനർത്ഥം. പിന്നെ അള്ളാഹു പറയുന്നു, മുനാഫിക്കിൻ്റെ ഒരു അടയാളം ഇതാണ്: മുസബ്സീബീന ബൈന സാലിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി. അവരുടെ അവസ്ഥ എങ്ങനെയാണ്? അവർ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥയിലാണ്. അവർ കുഫർ സ്വീകരിക്കുന്നില്ല, ഇസ്ലാമും സ്വീകരിക്കുന്നില്ല. ആ രണ്ടിൻ്റെയും നടുവിലാണ് അവരുടെ അവസ്ഥ ഉണ്ടാകുക. സൂറ ബഖറയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, അള്ളാഹു പറയുന്നു, ഫീ ഖുലൂബിഹിം മറദും ഫസാദഹും അല്ലാഹു മറദ. അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്, ആ രോഗത്തെ അള്ളാഹു വർദ്ധിപ്പിക്കുകയുണ്ടായി എന്ന്. കാരണം അവർ കളവ് പറയുന്നുവെന്ന്. ഇതും ഒരു മുനാഫിക്കിൻ്റെ അടയാളമാണ്. സൂറ ബഖറയിൽ ഇതും പറയുന്നു, വൈദ ലഖുല്ലദീന ആമനു കാലു ആമന്ന വൈദ ഖലൗ ഇലാ ശയാത്തീനിഹിം കാലു ഇന്നാ മാക്കും.
മുനാഫിക്ക് മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ മുഅ്മിനാണ് എന്ന് പറയുന്നു. അങ്ങനെ തങ്ങളുടെ കുഫാരിങ്ങളുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ വെറും മുഅ്മിനീങ്ങളുടെ അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു, ഞങ്ങൾ യഥാർത്ഥത്തിൽ മുഅ്മിനല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം മുനാഫിക്കുകളുടെ അടയാളമാണ്. മുനാഫിക്കുകളുടെ പര്യവസാനം എന്തായിരിക്കും? ശുദ്ധ ഖുർആൻ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി നാറ. ഈ മുനാഫിക്കുകൾ, ഈ അടയാളങ്ങളുള്ള മുനാഫിക്കുകൾ, കളവ് പറയുന്ന രീതിയുള്ളവർ, വഞ്ചന ചെയ്യുന്നവർ, നമസ്കാരത്തിലേക്കും സിക്റിലേക്കും ശ്രദ്ധയില്ലാത്തവർ, അങ്ങനെ കളവിൻ്റെ പല രീതികളുണ്ട് അവരുള്ളിൽ. ഇതെല്ലാം ആരിലാണുള്ളത്? അതിൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കും? നരകത്തിൻ്റെ ഏറ്റവും താഴെയുള്ള നിലയിലായിരിക്കും അവരുടെ നിലവാരം ഉണ്ടായിരിക്കുക, അവരെ വെക്കുക എന്ന് അള്ളാഹു പറയുന്നു. ഇതാണ് ചുരുക്കത്തിൽ ഉത്തരം. പ്രേക്ഷകരെ, ഒരു ചോദ്യം കൂടി ലഭിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഖാലിദ റാന സാഹിബയുടെ ചോദ്യമാണ്, ഞാൻ കേൾപ്പിക്കാം. അവരെഴുതുന്നു, അനഹമ്മദി ചോദിക്കാറുണ്ട്, ഇമാം മഹദിയെ സംബന്ധിച്ച് ഖുറാനിൽ എവിടെയാണ് ലഭിക്കുന്നത്? ഇതിന് ഉത്തരം പറഞ്ഞാലോ? ഉത്തരം ഹമീദ് കൗസാബ് ഇതിന് മറുപടി പറയുന്നതായിരിക്കും. ജസാക്കല്ലാ. അള്ളാഹു സൂറ ജുമയിൽ പ്രവചനം നൽകിയിട്ടുണ്ട്. ഹുവല്ലദി ബാസഫിൽ ഉമ്മയീന റസൂലം മിൻഹും. അതായത് അള്ളാഹുവാണ് നിരക്ഷരായ ആ ജനങ്ങളിൽ റസൂലിനെ അയച്ചത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയ്യിദുനാ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവരിൽ തിരുമേനിയെ നിയോഗിച്ചു. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ ആ സമയത്ത് ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വ ആഖിറീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. ഒരു നിയോഗം ആഖിറയിലുണ്ട് എന്നാണല്ലോ, അതിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞാലും. ഹുസൂർ അത് 2 പ്രാവശ്യം ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, എൻ്റെ സ്വന്തം നിയോഗം ഈ ശരീരത്തോടു കൂടി അത് ഞാൻ ജഡികമായി അതിൽ ഞാൻ വരുന്നതല്ല, മറിച്ച് മറ്റൊരു വ്യക്തി വരുന്നതായിരിക്കും, എന്നെ പ്രതിനിധിയായിക്കൊണ്ട്, എൻ്റെ ഖലീഫയായിക്കൊണ്ട്, എൻ്റെ അനുസരിച്ചുകൊണ്ട്, എൻ്റെ ദാസത്വത്തിൽ വരുന്നതായിരിക്കും. അതിനെ സംബന്ധിച്ച് അവിടുന്ന് സൽമാൻ അൽ ഫാർസിയുടെ അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ലൗ കാനൽ ഈമാനു ഇന്ദ സുറയ്യ ലനാ ലഹു റിജാലൻ ഔ റജുലൻ മിൻ ഹൗലായി. സഹി ബുഖാരിയുടെ കിതാബു തഫ്സീറാണ്. സുറയ്യ നക്ഷത്രം വരെ ഈമാൻ പോയാലും ഇവരിൽ നിന്ന് ഒരു വ്യക്തി വരുന്നതായിരിക്കും. അദ്ദേഹം വീണ്ടും ആ വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. അതായത് രണ്ടാം യോഗത്തിൻ്റെ ആ പ്രതീകം അതിനെ സംബന്ധിച്ച് അവിടുന്ന് വ്യക്തമായി പറയുകയുണ്ടായി, അത് ഫാർസി വംശത്തിൽ നിന്നായിരിക്കും, അത് സൽമാൻ ഫാർസിയുടെ സമൂഹത്തിൽ നിന്നായിരിക്കും. സയ്യിദന ഹസ്രത്ത് മിർസാ ഗുലാം അഹമ്മദ് സാബ് ഖാദിയാനി ഫാർസി വംശജനാണ്. അവിടുന്ന് തന്നെയാണ് പ്രഖ്യാപിക്കേണ്ടത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാം നിയോഗമാണ് എന്നുള്ളത്. ഞാൻ തന്നെയാണ് ഇമാം മഹദി എന്നും അദ്ദേഹം വാദിക്കും. ഞാൻ തന്നെയാണ് ആ മസീഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചനം ചെയ്ത മസീഹ് ഞാൻ തന്നെയാണ് എന്ന് പറയേണ്ടത്. നോക്കുക, മറ്റൊരു രീതിയിലൂടെ വളരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 100 വർഷമായി അഹമ്മദിയ ജമാഅത്ത് ഇത് പ്രബോധിച്ചു കൊണ്ടിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, ഇന്ന ലിമഹദീന ആയത്തൈനി ലം തകൂന മുൻദു ഖൽഖിസ് സമാവാതി വൽ അർള് യൻകസിഫുൽ കമറു ലി അവ്വലി ലൈലത്തിൻ മിനൽ റമളാനി വ തൻകസിഫ് ഷംസു ഫി നിസ്ഫി മിൻഹു ഇന്ന ലിമഹദീന ആയത്തൈനി. നമ്മുടെ മഹദിക്ക് 2 അടയാളങ്ങളുണ്ട്. ഈ പദങ്ങൾ വളരെ ചിന്തനീയമാണ്. ഇന്ന ലി മഹദിയിന്ന, ഏത് മഹദിയെ സംബന്ധിച്ചാണ് വാർത്ത നൽകുന്നത്? അത് നമ്മുടെ മഹദിയാണ്. അദ്ദേഹത്തിൻ്റെ സത്യം മനസ്സിലാക്കുന്നതിന് 2 അടയാളങ്ങളുണ്ട്. റമസാനിൽ ചന്ദ്രഗ്രഹണം നടക്കുന്ന തീയതികളിൽ ആദ്യത്തെ തീയതിയിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവും. ചിന്തിക്കുക, സയ്യിദന ഹദരത്ത് മിർസാ ഗുലാം അഹമ്മദ് സാബ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം 1891 വിളംബരം ചെയ്തു, എന്നെ അള്ളാഹു മസീഹ് മൗദ്
ഇമാം മഹദിയായിട്ടും എന്നെ നിയോഗിച്ചിരിക്കുന്നു. അവൻ്റെ കൽപ്പനയാലാണ് ഞാനിത് പ്രഖ്യാപിക്കുന്നത്. 894 ആദ്യത്തെ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുന്നു. മാർച്ച് 21 1894 പ്രഖ്യാപനം നടത്തുന്നത് 1891 3.5 വർഷത്തിന് ശേഷം അള്ളാഹു ചന്ദ്രന് ഗ്രഹണം, അതും റംലാൻ മാസത്തിൽ ഗ്രഹണം നടക്കുകയാണ്. പിന്നീട് സൂര്യന് ഗ്രഹണം നൽകുന്ന ദിനങ്ങളിൽ, അതായത് 27, 28, 29 ഗ്രഹണം ഉണ്ടാവുക സൂര്യന്. അതിൻ്റെ മധ്യ ദിനങ്ങളിൽ, അതായത് മാർച്ച് 6 1894 ഇതാർക്ക് വേണ്ടി ഈ അടയാളങ്ങൾ പ്രകടമായത്? ഇത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മുടെ മഹദിക്ക് വേണ്ടിയിട്ടാണ് അത് പ്രകടമാകുന്നത്. അത് പ്രകടമായി. മിർസാ ഗുലാം അബ്ദുൽ ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം അത് പ്രഖ്യാപിക്കുകയുണ്ടായി, ഞാൻ കഅബാലയത്തിൽ നിന്നുകൊണ്ട് എനിക്ക് വിളംബരം ചെയ്യാൻ സാധിക്കും, ഞാൻ അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, ഈ 2 അടയാളങ്ങളും അതെൻ്റെ സത്യത്തിന് വേണ്ടി അള്ളാഹു പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റേത് ഇമാം മഹദിയാണ് ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് പുറത്തുള്ള ഒരാൾ പറയുകയാണ് പുറത്ത് തീ പിടിച്ചിരിക്കുന്നത്. നമ്മൾ ആ തീ നമ്മൾ കാണുകയാണ്. എന്നിട്ട് നമ്മൾ പറയാണ് നമ്മൾ ശരിക്കും കണ്ടതോട് കൂടിയിട്ട് അത് പൂർത്തിയായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇമാം മഹദിയുടെ സത്യത്തിന് വേണ്ടി അലാമത്തായി പറഞ്ഞിട്ടുള്ള ആ അടയാളം അത് ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. ഇനി മറ്റാരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഇതിൻ്റെ മറുപടി ഇത് ഓരോ മുസ്ലിമിനും അള്ളാഹുവിനോട് പറയേണ്ടി വരുന്ന മറുപടി. ഈ ഇമാം മഹദിയെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുസ്ലിങ്ങളോടും വളരെ വ്യക്തമായിട്ട് നിർദ്ദേശം നൽകിയിട്ടിരിക്കുകയാണ്, കൽപ്പന നൽകിയിരിക്കുന്നു. ഇദാ റഅയ്തുമൂഹു വബായിഹു വലൗ ഹബ്വൻ അലസൽജി ഫഇന്നഹു ഖലീഫത്തുല്ലാഹിൽ മഹദി. സുനൻ ഇബ്ൻ മാജ. അതിൽ ഈ ഹദീസുണ്ട്, നിങ്ങൾ ഇമാം മഹദിയെ കണ്ടാൽ, നിങ്ങൾ ഗ്രഹണം കണ്ടാൽ, ഫബായുഹു, അദ്ദേഹത്തെ പോയി ബയ്യത്ത് ചെയ്യുക. ഇത് നിസ്സാര കാര്യമല്ല. ഈ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇവർ പറയുന്ന കാര്യങ്ങൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കേണ്ടി വരും. ഫബായുഹു, ബയ്യത്ത് ചെയ്യേണ്ടി വരും അദ്ദേഹത്തിൽ. ഇന്ന് ഖലീഫത്തുൽ മസീഹ് ഖാമീസ് അയ്യുല്ലാഹു തആല ബിൻ അസ്ൽ അസീസ് ബയ്യത്ത് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് മുട്ടിൽ ഇഴഞ്ഞുകൊണ്ട് പോകേണ്ടി വന്നിട്ടും നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും. എത്രമാത്രം താക്കീതാണ് നൽകിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ വ്യക്തമായ നിലയിലെ സൂറ ജുമയുടെ ആയത്ത് എത്ര ഹദീസുകളുണ്ടോ അത് മൊത്തത്തിൽ നമ്മളോട് എടുക്കുകയാണെങ്കിൽ സയ്യിദന ഹസ്രത്ത് മിർസാ ഗുലാം അഹമ്മദ് സാഹിബിൻ്റെ സത്യത്തിനുള്ള വ്യക്തമായ സത്യം നമുക്ക് പ്രകടമാണ്. അദ്ദേഹം ചെയ്തത് അള്ളാഹുവിൽ നിന്നുള്ള വിളംബരമാണ്. ഓരോ മുസ്ലിമാനും ഫർളാണ് അദ്ദേഹത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധിക്കരിക്കുന്ന ആളായിരിക്കും. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. പരിപാടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ചോദ്യം, താരിഖ് സാഹിബിനുള്ള എൻ്റെ അടുത്ത ചോദ്യം, ചില ആക്ഷേപിക്കാറുണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അറബി അല്ലാത്ത പദങ്ങളുണ്ടെന്നുള്ളത്. സയ്യിദന മുസ്ലിം മൗദ് തആല അൻഹു ഈ ആക്ഷേപത്തിന് എന്ത് മറുപടിയാണ് നൽകിയിട്ടുള്ളത്? ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. ഈ ആക്ഷേപവും തികച്ചും വാസ്തവവിരുദ്ധമാണ്. ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് പാശ്ചാത്യരാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ കുറവ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാണ്. അവർക്കൊരിക്കലും തന്നെ അത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല, അതൊരിക്കലും അങ്ങനെ വിജയിക്കുമില്ല. ഈ ആക്ഷേപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തെളിയിക്കാനാണ്. അതായത് ഇസ്ലാം മറ്റ് അധ്യാപനം മുൻകാലത്തെ അധ്യാപനങ്ങൾ തന്നെയാണ് ഇസ്ലാം. അതിൽ പുതിയതായിട്ടുള്ള ഒരു അധ്യാപനം ഇസ്ലാം അവതരിപ്പിച്ചില്ല എന്നാണ്. ഈ ആക്ഷേപത്തിന് അവർ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ആക്ഷേപിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ ചില അറബി അല്ലാത്ത പദങ്ങളുണ്ട്, അത് നമ്മൾ അജമി എന്ന് നമ്മൾ പറയുന്നത്, അത് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വളരെ ആഴത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള ഒരു ഭാഷയും, അത് പഴയ ഭാഷയാണെങ്കിൽ പുതിയ ഭാഷ ആവട്ടെ, അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല ഇത് അന്യഭാഷയിൽ നിന്ന് അത് മുക്തമാണ് എന്നുള്ളത്. അന്യഭാഷയുടെ പദങ്ങൾ ആ ഭാഷയിൽ
അതിൽ വരുമ്പോൾ, ഉപയോഗിക്കപ്പെടുമ്പോൾ, അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, കവികളും അതുപോലെ സാഹിത്യകാരങ്ങളും അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ അത് അന്യഭാഷയിലെ പദങ്ങൾ പോലും ആ ഭാഷയുടേതായിത്തീരുന്നു. അറബി ഗ്രാമറിലും അറബി വ്യാകരണത്തിലും ഇതിന് നമ്മൾ മൊറബ് എന്ന് നമ്മൾ പറയും. അതായത് അന്യപദങ്ങൾ അറബി ഭാഷയിൽ ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങുന്ന ആ പദങ്ങൾ നമ്മൾ മൊറബ് എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ ആക്ഷേപം ഇതിൽ അന്യഭാഷാ പദങ്ങളുണ്ടെന്ന് പറയുന്നത് എന്നാൽ വാസ്തവത്തിൽ തികച്ചും വാസ്തവികമായ ഒരു സംഗതിയാണ്. ഇത് സംഗതി ശരിയാവണമെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ ആ കലാം അത് അറബികളോട് അവതരിപ്പിക്കുമ്പോൾ അവരതിൽ മനസ്സിലാക്കുന്നില്ലെങ്കിലാണ് ഈ കാര്യത്തിൽ ശരിയാവുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, നമ്മുടെ ഭാഷയുടെ ഭാഗമല്ല എന്നൊക്കെ. എന്നാൽ ആ സമൂഹത്തിൽ നിന്ന് ആരും തന്നെ അങ്ങോട്ട് ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അറബിയിലെ ആളുകൾ അവർക്ക് വിശുദ്ധ ഖുർആൻ നന്നായി മനസ്സിലാക്കുന്നവരായിരുന്നു, അതിലെ ആയത്തുകൾ മനസ്സിലാക്കുന്നവരായിരുന്നു, അതിൽ ഓരോ പദങ്ങളും മനസ്സിലാക്കുന്നവരായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഷയുടെ അതിൽ അന്യഭാഷയിലെ പദങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ഭാഷയിൽ അത് പ്രചരിക്കുമ്പോൾ സാഹിത്യകാരന്മാരും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ ആക്ഷേപിക്കുക എന്നുള്ളത് അതിൽ അന്യഭാഷ പദങ്ങളുണ്ട് എന്ന് ആക്ഷേപിക്കുന്നത് അത് നമുക്കൊരു അംഗീകരിക്കാൻ പറ്റുന്ന സാധ്യത. ഇനി സമ്മതിച്ചാൽ തന്നെ വിശുദ്ധ ഖുർആനിൽ അറബി ഭാഷയിൽ ഈ പദം പ്രവേശിപ്പിച്ചു എന്നാണ് ഏതും വിശുദ്ധ ഖുർആൻ്റെ ഒരു ശക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് വിശുദ്ധ ഖുർആൻ്റെ വാഗ്മീയത്വം ഉള്ള ഒരു ഭാഷയ്ക്ക് അത് അതിൻ്റെ ഭാഗമായി തരും. അതായത് വാഗ്മീയത്വമുള്ള ഒരു ഭാഷയ്ക്ക് ഭാഷയിലൊരു തെറ്റ് വരുത്തിയാൽ പോലും അതൊരു പുതിയ കണ്ടെത്തലായിട്ടാണ് കണക്കാക്കുന്നത്. അതൊരു പുതിയൊരു കണ്ടെത്തലായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ ഈ പദങ്ങളെ അറബി ഭാഷയിൽ പ്രവേശിപ്പിക്കുകയാണ്. അതും വിശുദ്ധ ഖുർആൻ്റെ ഒരു വലിയൊരു മോചിസായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അങ്ങനെയല്ല, വിശുദ്ധ ഖുർആനിൽ ഉപയോഗപ്പെട്ട പദങ്ങളൊക്കെ തന്നെയും അത് ആ കാലഘട്ടത്തിൽ അറബി ഭാഷയിൽ നിലവിലുണ്ടായിരുന്ന പദങ്ങളായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അറബി ഭാഷയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു ആ പദങ്ങൾ. ഇനി ഈ വഞ്ചന ഇവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അറബി ഭാഷ അതുപോലെ തന്നെ ഇബ്രാനി, സുറിയാനിയും ഈ ഭാഷകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരുപാട് പദങ്ങൾ പരസ്പരം സാദൃശ്യമുള്ളതാണ്. അതിലെ പ്രയോഗങ്ങളും ഫ്രേസുകളും ഒക്കെ പരസ്പരം സാദൃശ്യമുള്ളതാണ്. സെമിറ്റിക് ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നു. ഒരുപാട് സാദൃശ്യങ്ങൾ ഈ ഭാഷകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വഞ്ചന ആളുകൾക്കുണ്ടാവുന്നത്, അതായത് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്. അറബി പദം അറബി ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ആക്ഷേപിക്കുന്നവർ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ലഫ്സ് ഫുർഖാൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, എന്നാൽ ഇത് അറബി അല്ലാത്ത പദമാണെന്നാണ്. വാസ്തവത്തിൽ ഫുർഖാൻ എന്ന പദം അതിൻ്റെ ഒരുപാട് നിഷ്പന്നങ്ങളായ പദങ്ങളുണ്ട്, അതിൻ്റെ മസ്തറുകളുണ്ട്, അതിൻ്റെ ആ പദത്തിനുണ്ടായ ഒരുപാട് പദങ്ങളുമുണ്ട്. പിന്നെ എങ്ങനെ അതിന് നമുക്ക് അറബി അല്ലാത്ത പദം എന്ന് പറയാം? പിന്നെ അതുമല്ല ഈ ഓറിയൻ്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന റഹ്മാൻ എന്നതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഈ റഹ്മാൻ എന്ന പദമുണ്ടല്ലോ, ഇത് അറബി ഭാഷയുടെ പദമല്ല, ഇത് അന്യഭാഷയിൽ നിന്ന് വന്നതാണ്. അതിനെ തെളിവായി പറയുന്ന വിശുദ്ധ ഒരു ആയത്താണ് അവർ പറയുന്നത്. അവർ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വൈദാ കീലലോഹും മുസ്ദു ലി റഹ്മാനി കാലു വമർ റഹ്മാനു. ഖുറാനിൽ അവരുടെ റഹ്മാനായ അള്ളാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് പറയുമ്പോൾ പറയുന്നു, അവർ ആരായി റഹ്മാൻ ഖുദ, ഇക്കാരണമായ ദൈവമാണ്. ഇവിടെ മുസ്ലിം തആല അൻഹു വിശദീകരണം നൽകിയിട്ടുള്ളത്, ഇവിടെ ചോദിച്ചിട്ടുള്ളത് റഹ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. മറിച്ച് അത് ചോദ്യത്തിൻ്റെ അർത്ഥം കൊണ്ട് റഹ്മാൻ്റെ ഈ പ്രയോഗമുണ്ടല്ലോ, അത് ഇസ്ലാമിലും വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്നതുണ്ടല്ലോ, അതിനെ സംബന്ധിച്ചിട്ടാണ് അവരുടെ ചോദ്യം. എന്തെന്നാൽ വിശുദ്ധ ഖുർആൻ ഈ സാങ്കേതിക പ്രയോഗം അത് മുസ്ലിങ്ങളുടെ മുമ്പാകെ, ലോകത്തിന് മുമ്പാകെ നൽകിയത്, അത് റഹ്മാൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് മറ്റൊരു കഠിനാധ്വാനമില്ലാതെ യാതൊരു കർമ്മ ഫലവുമില്ലാതെ നൽകുന്ന ഒരു ഔദാര്യമാണ്. ഈ ഒരു സാങ്കേതിക അർത്ഥം അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഇത് എങ്ങനെയുള്ളൊരു അസ്തിത്വമാണ്, അതായത് ചോദിക്കാതെ അതിന് നൽകുന്ന അള്ളാഹു, അങ്ങനെയുള്ള അള്ളാഹിനെ കുറിച്ച് ഒരു ചോദ്യം, ഈ ഒരു അതിലല്ല അത്ഭുതപ്പെടുകയും ചെയ്യണം. അതിനെ സംബന്ധിച്ചാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം. ഇത് മനസ്സിലാക്കുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. അവർ ആ വിഷയം മനസ്സിലാക്കുന്നതല്ല, മറിച്ച് ആ പദത്തെയാണ് അവർ നിഷേധിച്ചത്. നമുക്ക് ഇതിന് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ മറ്റു ആയത്തുകൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വമാ അർസൽനാക മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി. വിശുദ്ധ ഖുർആനിൽ ഒരു തത്വം പറഞ്ഞിട്ടുള്ളത്
നമ്മൾ ഏതൊക്കെ പ്രവാചകൻ അയക്കുന്നുണ്ടോ അത് അവരുടെ സ്വന്തം ഭാഷയിലുള്ള അവർക്ക് വെളിപാട് നൽകുന്നതൊക്കെ അവരുടെ സമുദായത്തിൻ്റെ ഭാഷയിലായിരിക്കും അല്ലാഹു നൽകുക. അതൊരു തത്വമാണ്. അതിൽ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമുദ്ര ആൾക്കാർ പറയുന്നു, യാ ഷുഹൈബു മാ നഫ്ഖുഹു കസീറൻ മിമ്മാ തഖൂൽ, നീ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഭാഷ മനസ്സിലാക്കാത്തതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അതിൽ സുലൈം കൊണ്ടുപോകുന്ന അധ്യാപനങ്ങൾ അതും കൊണ്ടുവന്ന വിഷയം അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് വാസ്തവത്തിൽ അത് ഷുഐബ് അലൈഹി സ്വലാമിൻ്റെ സമൂഹക്കാരെ പ്രകടിപ്പിച്ചത്. ഇവിടെ റഹ്മാനുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപണം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് ഷുഐബിൻ്റെ സമൂഹത്തിൻ്റെ വാക്കുകൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ മറുപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ആയത്തൊരു തരത്തിന് പ്രമാണമല്ല. റഹ്മാൻ ഖുദാ ദൈവം, അതിന് റഹ്മാൻ എന്നുള്ളത് അറബി അല്ലാത്തൊരു പദമാണ് എന്നല്ലത് ഇവിടെ അർത്ഥം. മറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഭാഷ മനസ്സിലാകാത്തതല്ല, അധ്യാപനങ്ങളുണ്ടല്ലോ, ആ അധ്യാപനങ്ങൾ, ആ സാങ്കേതിക പ്രയോഗങ്ങൾ അത് അറിയാം, അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് വാസ്തവത്തിൽ പ്രകടപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റഹ്മാൻ എന്ന പദം അത് അനറബി പദമാണ്. അത് ഈ ആയത്തിനെയും അവർ ഒരു ഉദാഹരണമായി ഉന്നയിക്കാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മശൂറാൽ മറ്റൊരു ആയത്തും കൊണ്ട് അതിൽ അള്ളാഹു പറയുന്നു, കാലു ലൗ ഷാ അല്ലാഹു റഹ്മാനു മാ അബ്ദനാ. ഇവിടെ ആ സമൂഹത്തിൽ നിന്ന് ആ സമൂഹം റഹ്മാൻ ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിർക്ക് ചെയ്യുമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു സംഗതി, ഇവിടെ റഹ്മാൻ എന്ന പദം ഇത് റഹ്മാൻ വാസ്തവത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് റഹ്മാൻ എന്നുള്ളത് അറബി ഭാഷ തന്നെയാണ്, അറബി ഭാഷയിൽപ്പെട്ട സംഗതി എന്നാണെന്നാണ്. അതുകൊണ്ട് ഈ ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ഒരു പദവും അറബി അല്ലാത്തതായിട്ടില്ല, അത് മറ്റ് ഭാഷയിൽ നിന്ന് എടുത്തതായിട്ടില്ല. അറബിയിൽ സ്ഥിരം നിലവിലുള്ള പദങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ ആ ഫസാഹത്ത്, ആ സാഹിത്യ സമ്പുഷ്ടി, അത് വിശുദ്ധ ഖുർആൻ്റെ സത്യത്തേക്കുള്ളൊരു തെളിവാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന്, കവിതകളിൽ നിന്ന് വലിയ വലിയ സാഹിത്യകാരന്മാരൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, ഖുർആനിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കലാം അള്ളാഹു ഇറക്കിയത് അത് ഒരു ജാഹിലായിട്ടുള്ളൊരു സമൂഹമായിരുന്നു അറബികളെ. ഈ കലാം മുഖേന, ഈ വചനങ്ങൾ മുഖേന, അതിൻ്റെ മഹത്വം മുഖേന ആ ജാഹിലായിട്ടുള്ളൊരു കൗമിനെ ഒരു ആലിമായിട്ടുള്ള പണ്ഡിതന്മാരായ ജ്ഞാനികളായ ഒരു സമൂഹമാക്കി മാറ്റുകയാണെങ്കിൽ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ മറ്റ് ഭൗതികമായ ജ്ഞാനങ്ങളൊക്കെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ജ്ഞാനം മുഖേനയാണ് അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അറബി അല്ലാത്ത പദങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും തെറ്റായൊരു സംഗതിയാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ ആളുകൾ അവർ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്ഷേപം തികച്ചും വാസ്തവവിരുദ്ധമാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അടുത്ത ചോദ്യം ഹമീദ് ഖുസ സാഹിബിനോടാണ്. ചില ആക്ഷേപകർ ആക്ഷേപിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ പല കാര്യങ്ങളും വീണ്ടുമായിട്ട് അനാവശ്യമായിട്ട് അതിനെ വിവരിച്ചിരിക്കുന്നു. ഇതിന് ഉത്തരം നൽകിയാലും. എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ ആക്ഷേപം പൊതുവിൽ ക്രൈസ്തവരുടെ ഭാഗത്ത് നിന്ന് തുടക്കം മുതലേ ചെയ്യപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ റിപ്പീറ്റേഷൻ ഉണ്ടെന്ന് വളരെയധികം. ഇവിടെ ഒരു ക്രിസ്ത്യാനി വലിയൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ചില കാര്യങ്ങൾ ബന്ധമില്ലാതെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സൂറ റഹ്മാനിൽ ഉദാഹരണത്തിന് പറയുന്നു, ഒരായത്ത് വീണ്ടുമായി വരുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകസ്സിബാൻ എന്നുള്ളത്. അല്ലയോ ജിന്നുകളും ഇൻസുകളും, അള്ളാഹുവിൻ്റെ ഏതെല്ലാം നിഅമത്തുകളെ നിങ്ങൾ നിരാകരിക്കും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. പിന്നെ ആയത്ത് വരുന്നു, കുല്ലുമൻ അലിഹ ഫാൻ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അത് നശിക്കുന്നതാണ് എന്ന്. അതിന് ഇവിടെ എല്ലാം നശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ബന്ധം എന്താണ്?
ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുകസിബാൻ. അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഇവിടെ മരണത്തെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നതെന്നാണ് ആക്ഷേപകർ ചോദിക്കുന്നത്. മുസ്ലിം റളിയല്ലാഹു ഈ ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ മുസ്ലിം ഇസ്ലാമും തൻ്റെ പല ഗ്രന്ഥങ്ങളിലും പ്രത്യേകമായിട്ട് മൽഫുസാത്തിൽ ഇതിനെ വിശദീകരിച്ച് ഇതിന് ഉത്തരം നൽകുകയുണ്ടായി. ഞാൻ ചുരുക്കത്തിൽ അത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു പറയുകയുണ്ടായി, മരണം അല്ലെങ്കിൽ നശിച്ചു പോവുക ഇതും അള്ളാഹുവിൻ്റെ നിഅമത്തിൽ ഒരു നിഅമത്താണ്. ഹുസൂർ തിരുമേനി ഒരു ആയത്ത് വെച്ചുകൊണ്ട് പറയുകയുണ്ടായി, അല്ലസീന ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. അതായത് അവൻ തന്നെയാണ് ആരാണോ ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത്. ലിയബ്ലുവക്കും, അത് മുഖാന്തരം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രവർത്തനത്തിൻ്റെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഉത്തമനെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കുക. ഇത് ഒരു വിദ്യാർത്ഥിക്കുള്ള പരീക്ഷണമാണ്. മരണം അതിൻ്റെ അളവുകോലാണ്. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും പരീക്ഷയില്ലെങ്കിൽ ഒരു ഉന്നമനവുമില്ല, ഒരു വിധത്തിലുള്ള വളർച്ചയുമില്ല. ആ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും അവൻ്റെ നല്ല കർമ്മങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കുക. അപ്പോൾ മരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, വിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ അതിനെങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? ഇതൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ ആരാണോ പാസ്സാവുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുക. നിങ്ങൾ എന്തെല്ലാം നന്മകളാണ് ചെയ്തതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അള്ളാഹുവിൻ്റെ നിയമത്താണ് മരണവും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുകസിബാൻ. അതായത് അള്ളാഹുവിൻ്റെ നിയമത്തുകൾ ഏതെല്ലാമാണ് നിങ്ങൾ നിരാകരിക്കുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ അക്ഷരം ഉന്നയിക്കുന്നവർ അവരുടെ സ്വന്തം ഗ്രന്ഥങ്ങളുടെ അവസ്ഥ എന്താണ്? ബൈബിളിൽ 4 ഇഞ്ചിയിലുണ്ട്. മാത്യു, മാർക്കസ്, ലൂക്ക, യോഹന്ന. ഈ 4 ഗ്രന്ഥങ്ങളും ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈസാ അലൈഹിസ്സലാം ജനിച്ചു, അങ്ങനെ ക്രൂശിക്കപ്പെട്ടു, ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. ഇതെന്താ അനാവശ്യമായിട്ടുള്ള വീണ്ടുമുള്ള റിപ്പീറ്റേഷനല്ലേ? മൂന്നാമത്തെ കാര്യം ഇതാണ്, പൊതുവിൽ മറ്റുള്ളവർ ആക്ഷേപിക്കുന്നു. ഇസ്ലാമിക നമസ്കാരം അതിലും വീണ്ടുമായിട്ടുള്ള റിപ്പീറ്റേഷനുണ്ട്. സൂറ ഫാത്തിഹയിലെ എല്ലാ റക്അത്തിലും നമ്മൾ ചെല്ലുന്നു, ദുആകൾ അതേപോലെ തന്നെ ചെല്ലുന്നു. ഇത് വീണ്ടുമായിട്ട് ചെല്ലേണ്ട ആവശ്യമെന്താണ്? ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടുന്ന് നിങ്ങൾ കണ്ണ് കാണാത്തവരെ കണ്ടിട്ടുണ്ടായിരിക്കാം. അള്ളാഹു എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. അവർക്ക് വിശുദ്ധ ഖുർആൻ അവർക്ക് മനഃപ്പാഠമാക്കുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം അവർ കേൾക്കുന്നാൽ വിശുദ്ധ കേട്ടുകൊണ്ട് അവർ അതിനെ മനഃപ്പാഠമാക്കുന്നു. അധ്യാപകൻ ഇങ്ങനെ കേൾപ്പിച്ച് ആ ഒരു വിശുദ്ധ ഖുർആൻ അങ്ങനെ മനഃപ്പാഠമാക്കുന്നു. അങ്ങനെ അതിനെ അവൻ്റെ മനസ്സിൽ അവർ സൂക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടുമായിട്ട് ഒന്നിൻ്റെ എന്താണ് അതിൻ്റെ ഫലം? എന്താണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നത്? എന്താ ദുആക്കളാണ്? ഇത് നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ഇതിൽ പ്രവർത്തിക്കുക എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാകുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ പറയുകയുണ്ടായി ഉത്തരമായിട്ട്, ഈ ഗ്രന്ഥം റബ്ബുൽ ആലമീനാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്. മുഴുവൻ ലോകത്തിൻ്റെയും നാഥനാണ് അവൻ. ഈ ഗ്രന്ഥത്തെ അവൻ്റെ രീതിയിലാണ് അതിനെ ഇറക്കിയിട്ടുള്ളത്. മനുഷ്യൻ്റെ ആവശ്യത്തിനനുസൃതമായിട്ട്. നിങ്ങൾ മറ്റൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ ജീവിതം തന്നെ റിപ്പീറ്റേഷനാണ്. ഉദാഹരണത്തിന് ഒരു മിനിറ്റിൽ നമ്മൾ 3 പ്രാവശ്യം ശ്വാസം വലിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം തന്നെ എല്ലാ ശ്വാസവും എടുക്കുന്നില്ല? നമ്മുടെ ശരീരത്തിൽ രക്തം അതോടുന്നു. ഇതെന്തുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കുന്നില്ല? നമ്മുടെ ഹൃദയം മിടിക്കുന്നു, അങ്ങനെ
അതിൻ്റെ ഫലമായിട്ട് കുറച്ചായിട്ട് രക്തങ്ങൾ എത്തുകയും വരികയും പോവുകയും ചെയ്യുന്നു. നമ്മളെല്ലാ ദിവസവും എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ഒരു പ്രാവശ്യം തന്നെ കഴിച്ചു തീർക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതം അതിൻ്റെ അടിസ്ഥാനവും ഈ വീണ്ടുമായിട്ടുള്ള ചെയ്യപ്പെടുന്ന ഈ റിപ്പീറ്റേഷനിലാണുള്ളത്. സൂര്യൻ നോക്കുക, നമ്മുടെ ഭൂമി അത് വെച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ട് സൂര്യൻ അത് വീണ്ടും ഉദിക്കുന്നു, വീണ്ടും അത് അസ്തമിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു. എന്തുകൊണ്ടൊരു സ്ഥലത്ത് മാത്രം തന്നെ നിൽക്കുന്നില്ല? അപ്പം അള്ളാഹു തൻ്റെ ലോകത്തെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് വീണ്ടുമായിട്ടുള്ള ആവർത്തനത്തിനാണ് ഇതിലുള്ളത്. അള്ളാഹു ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ള ആവർത്തനം ഉണ്ടാകണമെന്നാണ്. ഭൗതിക ലോകത്ത് നാം നോക്കുമ്പോൾ ആവർത്തനത്തിനാണ് മുഴുവൻ ലോകമുള്ളതെന്ന് നാം കാണുന്നു. നാം നോക്കുക, കണ്ണ് വീണ്ടുമായിട്ട് അടക്കുന്നു. അള്ളാഹുവിൻ്റെ ഭൗതിക ലോകം ഇത് വീണ്ടുമുള്ള ആവർത്തനത്തിനാണുള്ളത്. വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ചില ആയത്തുകളെ വീണ്ടുമായിട്ട് അതിനെ ആവർത്തിക്കുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും തഫ്സീർ ചെയ്യാൻ ഇവിടെ സമയമില്ല. പക്ഷെ അതിനെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ, ഹദ്റത്ത് മുസ്ലിം ഇസ്ലാമിൻ്റെ തഫ്സീറുകൾ വായിക്കുകയാണെങ്കിൽ, മുസ്ലിം അല്ലാഹു തആലാൻ്റെ തഫ്സീർ വായിക്കുകയാണെങ്കിൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇത് വീണ്ടുമായിട്ട് ഇതിനെ ഉദ്ധരിച്ചിരിക്കുന്നതിന് ഹിക്മത്തുകളുണ്ടെന്ന്. നിങ്ങൾ നോക്കുക, അള്ളാഹു ചില സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു. ശുദ്ധ ഖുർആനിൽ ചില മുൻകഴിഞ്ഞ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു. ഫിർഔൻ്റെയും മൂസയുടെയും സംഭവങ്ങൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥലത്തും വന്നിട്ടുള്ള അത് പ്രത്യേക ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രവചനത്തിൻ്റെ രീതിയിലായിരിക്കും അത് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അത് അവിടെ വിവരിച്ചിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ഒരു പുതിയ പാഠം മനുഷ്യനുണ്ട്. ചില സ്ഥലങ്ങളിൽ പ്രവചനങ്ങളുണ്ട്. ഫിറഔൻ മൂസയെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സംഭവത്തെ സംബന്ധിച്ചും പ്രവചനമുണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ആവർത്തനം ഇതിൽ വളരെ ഉപകാരങ്ങളുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കുക, കഴിയുക, അത് ഹദ്റത്ത് മുസ്ലിം ഇസ്ലാമിൻ്റെ തഫ്സീറുകളും ഖുലഫാക്കളുടെ തഫ്സീറുകളും ശ്രദ്ധിച്ച് വായിക്കുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് തഫ്സീർ കബീർ, അതിൽ ചില സ്ഥലങ്ങളിൽ ഈ വീണ്ടുമായിട്ടുള്ള ആവർത്തനത്തിൻ്റെ ഹിക്മത്തുകൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു ആക്ഷേപം അത് നിരർത്ഥമായിട്ടുള്ള ആക്ഷേപമാണ്. അള്ളാഹു എന്ത് ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇറക്കിയിരിക്കുന്നത് വീണ്ടും അത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അത് മുസ്ലിം ഇസ്ലാം ദുആ ചെയ്യുമായിരുന്നു, നമുക്കും ദുആ ചെയ്യണം. അങ്ങനെ അള്ളാഹുവേ, ഇത് നിൻ്റെ കലാമാണ്, നീ തന്നെ എനിക്ക് മനസ്സിലാക്കി തരികയാണെങ്കിലേ മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. നീ മനസ്സിലാക്കി തന്നാലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ദുആ ഇല്ലെങ്കിൽ, ഈ നിയത്തില്ലെങ്കിൽ അതുവരെ ഈ കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. ജസാക്കുമുല്ലാഹ് ജസാ. എൻ്റെ അടുത്ത ചോദ്യം ഉത്തരം കെ താരിഖ് അഹമ്മദ് സാഹിബിനോടാണ്. ചില ആളുകൾ ആക്ഷേപിക്കാറുണ്ട് വിശുദ്ധ ഖുർആനിലെ വിഷയങ്ങളിൽ ഒരു ക്രമമില്ല എന്നുള്ളത്. ചില സമയത്ത് ഒരു കൽപ്പനകളാണെങ്കിൽ ചില സ്ഥലത്ത് ഉപദേശങ്ങളാണ്, ചില സമയത്ത് യുദ്ധങ്ങളെക്കുറിച്ചാണ്, ചില സ്ഥലത്ത് മുനാഫിക്കുകളെ ഭർഷിച്ചു കൊണ്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് മറുപടി നൽകിയാലും. ജസാക്കുമുല്ലാഹ് ജസാ. ഈ ആക്ഷേപത്തിലും യാതൊരു കഴമ്പുമില്ല. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ മനസ്സിലാക്കാത്തവർ, അതിൻ്റെ ക്രമത്തിൽ ചിന്തിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകളാണ് ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ ക്രമം അതും ഒരു മഹത്തായ ഒരു മോചിസയാണ്. അത് വാക്കുകളുടെ ക്രമമാണെങ്കിലും ആയത്തുകളുടെ ക്രമമാണെങ്കിലും അത് ഒരു വലിയൊരു മോചിസ തന്നെയാണ്. ഒന്ന് ഒരു നമ്മൾ അറിയപ്പെടുന്ന ഒരു ക്രമമുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ്റെ ഒരു മഹത്തായ സവിശേഷത എന്ന് പറയുന്നത്, അത് നമുക്ക് നോക്കുമ്പോൾ അത് തർത്തീബില്ലാത്ത, ക്രമമില്ലാത്ത ഒരു വാചകമാണ് തോന്നുമെങ്കിലും നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു മഹത്തായ ഒരു ക്രമമുണ്ട് എന്നുള്ളത്. ഇത് വിശുദ്ധ ഖുർആൻ്റെ ഒരു സവിശേഷതയാണ് മഹത്തായ. വിശുദ്ധ ഖുർആൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇതിൻ്റെ ക്രമമുണ്ടല്ലോ, അതിൻ്റെ നഫ്സ് അനുസരിച്ചിട്ടാണ്. മനുഷ്യൻ അത് വായിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉദിക്കുന്നു.
അതിൻ്റെ അടുത്ത് നമുക്ക് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്നിട്ടുള്ള ആ ചോദ്യത്തിന് അടുത്ത ആയത്തിൽ മറുപടി നൽകിയിട്ടുണ്ടാവും. ചില സമയത്ത് ദൈവവചനം വായിക്കുമ്പോൾ അവനൊരാവശ്യം അവനുണ്ടാവും, ഇവിടെ ഇന്നതാണല്ലോ പറയേണ്ടതിന്നത്, വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു ചിന്തയുണ്ടാവും. എന്നാൽ പിന്നെ നമുക്ക് കാണിച്ചു എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതിനനുസരിച്ച് തന്നെ അവൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ മനസ്സിൻ്റെ ചിന്ത അനുസരിച്ചാണ് മറുപടി ഉണ്ടാവും. ഇത് വിശുദ്ധ ഖുർആൻ്റെ ക്രമത്തിൻ്റെ ഒരു മോജിസയാണ്. ആക്ഷേപിക്കുന്നവർ അള്ളാഹു കരുണ കാണിക്കട്ടെ, അവരുടെ ഇൽമിൻ്റെ അഭാവം കൊണ്ടാണ് അവർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ്റെ ഏത് ആയത്ത് എടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പറയുന്നത് പോലെ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ വ്യാഖ്യാനം, അത് മസീഹ് ഖലീഫത്തുൽ സാനിയുടെ തഫ്സീർ, മറ്റ് ഖലീഫമാരുടെ തഫ്സീർ, ഇതിന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ മഹത്വവും അതിൻ്റെ ക്രമവും അതിലൊരു മോജിസ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ്റെ ആദ്യത്തെ വഹി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഈ ഒരു ചെറിയ ആയത്തിൽ തന്നെ എത്ര മഹത്തായ നിലയിൽ ഒരു വിഷയം വളരെ ക്രമാനുഗതമായി വിവരിച്ചിരിക്കുന്നു. എന്നാൽ അതും ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധി തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നു. ആദ്യമായി ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ പറഞ്ഞ ഇവിടെ അത് മൂസ അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഒരാൾക്ക് വചനം ഇട്ടുകൊടുക്കുമെന്ന് പറയുന്നത്, അത് അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചു കൊണ്ടായിരിക്കും പറയുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ചരിത്രപരമായ ഒരു കാര്യം പറയുന്നു. മൂസ അലൈഹി സ്വലാമിൻ്റെ പ്രവചനത്തെ പൂർത്തിയാക്കിക്കൊണ്ട് അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗമുണ്ടായി. അതുപോലെ തന്നെ പിന്നീട് പറയുകയുണ്ടായി, ഈ തബ്ലീഗിലേക്കും നമുക്ക് ശ്രദ്ധ തിരിക്കുന്നു. ഈ വചനം ഇതൊരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി ഇറക്കിയതല്ല, ഇത് അള്ളാഹുവാണ് ഇറക്കിയത്, എല്ലാ സർവരുടെയും സർട്ടാവ് ഇറക്കിയതാണ്. അതുകൊണ്ട് പ്രാപഞ്ചികമായ ഒരു സ്ഥാനവും ഇതിനുണ്ട്. ഇതിന് ഇസ്ലാമിൻ്റെ ആ ഒരു സാർവലൗകികത ഇതിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻസാൻ ദുർബലനാണ്, മനുഷ്യൻ. നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾ സ്വന്തം നിലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഏതുവരെ അള്ളാഹുവിൻ്റെ സഹായം ഇല്ലയോ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കുന്നതല്ല. ഇത് അലക്ക എന്ന പദത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ പ്രകൃതത്തിൽ തന്നെ ആ ഒരു താലൂക്ക് ബില്ലായുടെ അംശം അതിൽ സന്നിവേശിക്കപ്പെടുകയാണ്. അങ്ങനെ ഏതാനും ചില വാക്കുകൾ അതൊരു ക്രമത്തോട് കൂടിയിട്ട് വിജ്ഞാനത്തിൻ്റെ വളരെ മഹത്തായ കാര്യങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അതിൽ പ്രാസവുമുണ്ട്, മഹത്തായ നിലയിലും മഹത്തായ ക്രമമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂറത്തുൽ ജുമുഅയുടേതാണ്. ഇതിൽ അള്ളാഹു പറയുന്നു, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർളി അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസുൽ ഹക്കീം. ഇവിടെ ആദ്യത്തെ വചനത്തിന് അള്ളാഹുവിൻ്റെ 3 സിഫത്തുകളെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അവൻ മലിക്കാണ്, അവൻ ഖുദ്ദൂസാണ്, അൽ അസീസാണ്, അൽ ഹക്കീമാണ് എന്ന്. പിന്നീടുള്ള വചനങ്ങളിൽ എൻ്റെ ക്രമം നോക്കുക. അള്ളാഹു അതിൽ പറയുന്നു, ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും. ഇത് സൂചിപ്പിക്കുന്നത് അൽ മലിക് എന്ന ഗുണത്തിലേക്കാണ്. മലിക് എന്ന് പറയുക അവൻ്റെ ഉത്തരവാദിത്വമാണ് തൻ്റെ പ്രജകളെ ശിക്ഷണം നടത്തുക എന്നുള്ളത്, അവർക്ക് മാർഗ്ഗദർശനം നൽകുക എന്നുള്ളത്, അവരെ നല്ല മാർഗ്ഗം നടത്തുക എന്നുള്ളത്. ഇവിടെ ജനങ്ങളുടെ നേർമാർഗത്തിനുള്ള ഒരു നബിയുടെ യോഗത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അൽ മലിക്. ഇവിടെ അൽ മലിക്കിനെ പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മീയങ്ങളിലെ നിരക്ഷരിൽ ഒരു നബിയെ നിയോഗിച്ചിരിക്കുന്നു. പിന്നീട് അൽ ഖുദ്ദൂസ് എന്നതിൻ്റെ ഗുണമാണ്. അതിൻ്റെ അടുത്ത ആയത്ത് നോക്കി നമുക്ക് കാണാൻ സാധിക്കും, യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം. ഖുദ്ദൂസിൻ്റെ ഉദ്ദേശം പരിശുദ്ധൻ. ഇവിടെ ശുദ്ധീകരണത്തിൻ്റെ ആത്മശുദ്ധീകരണത്തെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചുകൊണ്ട്, അത് ജനങ്ങൾ ശുദ്ധീകരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവരെ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അൽ അസീസ് എന്ന ഗുണത്തെ സംബന്ധിച്ചാണ്, സിഫത്തിനെ കുറിച്ച് പറയുന്നത്. അതായത് ആധിപത്യം ഉറപ്പിക്കുന്നവൻ, യുഅല്ലിമുഹുൽ കിതാബ എന്നതിന് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ എങ്ങനെയുള്ളതായിരിക്കും, ഇസ്ലാം എങ്ങനത്തെ മതമായിരിക്കും, അതും ലോകം മുഴുവനും അത് വ്യാപിക്കുന്നതാണ്. പിന്നെ അൽ ഹക്കീം എന്നുള്ള സിഫത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വൽ ഹിക്മത്ത് എന്നതിന് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. പിന്നെ അതിന് മുന്നോട്ട് പോകുമ്പോൾ വഹുവൽ അസീസുൽ ഹക്കീം എന്ന് കാണാം. ഇവിടെ അള്ളാഹു ഒരു ബ്രേക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത്
അത് റസൂലുള്ളാഹിൻ്റെ നിയോഗമുണ്ടോ, അതിനുശേഷം ഒരു കാലഘട്ടമുണ്ടാവും. കുറച്ച് കാലത്തിന് ശേഷം മുസ്ലിങ്ങളിൽ ഒരു തരത്തിലൊരു അവരുടെ ദാരുണമായൊരവസ്ഥ ഉണ്ടാവും. മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല, വിശുദ്ധ ഖുർആനെ അവർ ഉപേക്ഷിക്കുന്നതായിരിക്കും. ആ സമയത്ത് ആ ഒരു ഇടവേളയ്ക്ക് ശേഷം വഹുവൽ അസീസുൽ ഹക്കീം അതിൻ്റെ വീണ്ടും ഉണ്ടാവുന്നതാണ്. വളരെ യുക്തിഭദ്രമായ നിലയിൽ അതിന് യോഗ്യമായ അള്ളാഹു ഈ സിഫത്തിന് വെച്ചിരിക്കുന്നത്. അള്ളാഹു വീണ്ടും ആഖിരീങ്ങളിൽ, അവസാനത്തെ ആളുകളിൽ, രണ്ടാം നിയോഗം ഉണ്ടാകുന്ന സമയത്ത് തിരുമേനിയുടെ ഒരു ദാസൻ, ഒരു സേവകൻ തിരുമേനിയെ പൂർണ്ണമായി പിന്തുടർന്നുകൊണ്ട് ഒരു നബിയെ അള്ളാഹു നയിക്കുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിനെയും ഈ ലോകത്ത് വീണ്ടും വിജയിപ്പിക്കുന്നതായിരിക്കും. ഈ ക്രമം എത്രമാത്രം മഹത്തരമാണെന്ന് വെച്ചാൽ ഇതിനെ ചിന്തിക്കുമ്പോൾ മനുഷ്യന് വിസ്മയം കൂറുന്നു. ഞാൻ എൻ്റെ ഒരു വലിയൊരു അറബി സാഹിത്യകാരുണ്ടായിരുന്നു, അസ്മായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സർഫനൗവിൻ്റെ ഒരു അഗ്രഗണ്യനായിരുന്നു. ഹാറൂൺ റഷീദ് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു മജ്ലിസിൽ സദസ്സിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ദർസ്, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് എൻ്റെ തിലാവത്ത് ചെയ്തു. വസാരിക്കത്തു ഫക്തോ ഐദിഹുമ ജസാം ബിമാ കസുബു വനകാലം മിനല്ലാഹി ഗഫൂറുർ റഹീം. അവിടെ ഒരു ഗ്രാമീണ അറബി, ഒരു വിവരമില്ലാത്ത ഗ്രാമീണരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ വചനമാണോ? അസ്മൈ പറഞ്ഞു, അതെ, ഇത് ദൈവിക വചനമാണ്. അദ്ദേഹം പറഞ്ഞു, ആ ഗ്രാമീണൻ പറഞ്ഞു, ഇതൊരിക്കലും തന്നെ ദൈവവചനമായിരിക്കില്ല. മജ്ലിസ് സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും അവർ കോപിക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി. അല്ല, ആദ്യം അവരോട് സംസാരിക്കാം. നിങ്ങൾ ഹാഫിസ് ഖുർആനാണോ? ആ ഗ്രാമീണൻ പറഞ്ഞല്ല, ഞാൻ ഹാഫിസ് ഖുർആനല്ല, എനിക്ക് ഖുർആൻ ഹൃദിസ്ഥമല്ല. അപ്പോൾ അസ്മൈ ചോദിച്ചു, നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ കൊണ്ടുവരിച്ചു. ആ ആയത്ത് ഓതി പറഞ്ഞു. അതിൽ പറയും, വസാരിക്കു ഫക്തു ഐദിഹുമ ജസാം ബിമാ കസബു നകാല മിനല്ലാഹി വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ് പറയുന്നത്. അതിനാൽ അസ്മൈ പാരണം ചെയ്ത് ആദ്യം അല്ലാഹു ഗഫൂർ റഹീം എന്നാൽ യഥാർത്ഥ ആയത്ത് വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ്. അസ്മൈ വളരെ അത്ഭുതപ്പെട്ടു പോയി. ആ പദവിയോട് ചോദിച്ചു, നീ ഹാഫിസ് ഖുർആൻ അല്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് ഈ തെറ്റ് നിനക്ക് ഇങ്ങനെ മനസ്സിലായി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഓരോ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവും. കള്ളൻ്റെ കൈ മുറിക്കുന്ന കാര്യം കള്ളൻ്റെ കൈ വെട്ടുന്ന കാര്യം പറയുമ്പോൾ അവിടെ റഹം, കാരുണ്യം കാണിക്കുന്ന സിഫത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അവിടെ ഗഫൂറുർ റഹീം, അസീം, അള്ളാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ തീർപ്പിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മാലിക്കീയത്തിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിൽ തീർപ്പാക്കുന്ന ആളുടെ കാര്യമായിരിക്കണം. അവിടെ ഗഫൂറുർ റഹീം എന്ന സിഫത്ത് അത് ഈ സംഭവത്തിൻ്റെ ഭാഗമാകാവുന്നതല്ല. ഏതായത്താണോ മഗ്ഫിറത്തിനെ കുറിച്ച്, റഹ്മത്തെക്കുറിച്ചില്ല, പക്ഷേ അവിടെ ഇസ്സത്തിൻ്റെ ഹിക്മത്തിനെ കുറിച്ചുള്ള സംഭവമാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഒരു ബദവിയായിട്ടുള്ള ആൾക്ക് പോലും വിശുദ്ധ ഖുർആൻ്റെ ഈ ക്രമത്തെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്, വിശുദ്ധ ഖുർആനിൽ ക്രമമില്ല എന്ന് ആക്ഷേപിക്കുന്നവരുണ്ടല്ലോ, അവർ തികച്ചും വളരെ മൂഢമായൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അത് വാസ്തവവിരുദ്ധമാണ്. ജസാക്കുമുല്ലാഹ് ഹസനൻ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ വിനീതൻ സയ്യിദന മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. അത് മസീഹ് സ്വലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു, ചില വിവരമില്ലാത്ത ആളുകൾ പറയാറുണ്ട്, നമ്മൾ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഇതിൽ ശ്രദ്ധിക്കരുത് എന്നൊക്കെ. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇത് അവരുടെ അബദ്ധമാണ്, അവർക്ക് തെറ്റാണ്. വിശുദ്ധ ഖുർആൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. അത് നിരുപമമാണ്. അതിൻ്റെ തെളിവുകൾ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ഈ വിശുദ്ധ ഖുർആൻ എത്രമാത്രം സാഹിത്യ സമ്പുഷ്ടമാണെന്ന് വെച്ചാൽ അറബിയിലെ ഗ്രാമീണർക്ക് പോലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല? മൽഫുസാത്ത് വാള്യം 5 170 പേജ് ഇത് റബ്ബ് പ്രസിദ്ധിച്ച്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഇത് നമ്മൾ തുടരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ
لو تمہیں طور تسلی کا بتایا